ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇതിൽ എക്സസൈസ് 5.3ലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇതിൽ 10 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗിവൺ a is equal to 5, ഫസ്റ്റ് ടൈം 5 ആണ്, d is equal to 3, an nth ടൈം is equal to 50. ഫൈൻഡ് n ആൻഡ് sn, നമ്പർ ഓഫ് ടൈംസും സമ്മും കണ്ടുപിടിക്കണം. ചെയ്ത് നോക്കാം. ഇവിടെ ഫസ്റ്റ് ടൈം a is equal to 5 ആണ്, അതുപോലെ d is equal to 3 ആണ്, an nth ടൈം is equal to 50 ആണ്. ഇനി കണ്ടുപിടിക്കേണ്ടത് n is equal to നമുക്കറിയില്ല, കണ്ടുപിടിക്കാനുള്ളതാണ്. അതുപോലെ sn സം ഈക്വൽ ടു അതും കണ്ടുപിടിക്കണം. നമുക്ക് അറിയാവുന്ന ഇവിടെ nth ടൈം an അറിയാം. അപ്പോൾ nth ടൈമിൻ്റെ ഇക്വേഷൻ എഴുതുക. n is equal to a plus n minus 1 into d എന്ന് നമുക്കറിയാം. ഇനി ഇക്വേഷനിൽ നമുക്ക് അറിയാവുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ a ഇവിടെ 5 ആണ്. അപ്പോൾ 5 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d നമുക്കറിയാം 3 ആണ്, ഇൻറ്റു 3 ഈക്വൽ ടു അതിൻ്റെ ആൻസർ nth ടൈം 50 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് 50 എന്ന് കൊടുത്തു. ഇനി അപ്പോൾ n മൈനസ് 1 ഇൻറ്റു 3 നമുക്ക് ഈ 5നെ റൈറ്റ് സൈഡിലേക്ക് മാറ്റാം. ഈക്വൽ ടു 50, അവിടെ 5 സൈൻ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് മൈനസ് 5 ഈക്വൽ ടു 45 എന്ന് കിട്ടി. അപ്പോൾ n മൈനസ് 1 ഇൻറ്റു 3 നമുക്ക് 45 ആണ്. അപ്പോൾ n മൈനസ് 1 ഈക്വൽ ടു 45 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 15 എന്ന് കിട്ടും. n മൈനസ് 1 ഇവിടെ 15 ആണ്. ഇനിയിപ്പോൾ n ഈസ് ഈക്വൽ ടു 15 പ്ലസ് 1, ഇവിടെ n മൈനസ് ആണ്, അത് റൈറ്റ് സൈഡിൽ പോയപ്പോൾ പ്ലസ് ആയി. അപ്പോൾ n ഈസ് ഈക്വൽ ടു 16 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് n ഈസ് ഈക്വൽ ടു 16 നമ്മൾ എഴുതി വെച്ചു. ഇനി നമുക്ക് വേണ്ടത് sn വേണം. സം n 16 ആയതുകൊണ്ട് s16 ആണ്. ഇപ്പോൾ sn നമുക്ക് ഇക്വേഷൻ എഴുതാം. sn ഈസ് ഈക്വൽ ടു നമുക്ക് n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ടു ഡി എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതുപോലെ തന്നെ n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ഉണ്ട്. നമുക്കിവിടെ nth ടൈം 15 തന്നിട്ടുണ്ട്, ലാസ്റ്റ് ടൈം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഇക്വേഷൻ ആയിരിക്കും എളുപ്പം. അതായത് a പ്ലസ് an ഈക്വൽ ടു നമുക്കിവിടെ വാല്യൂ കൊടുക്കാം. എന്നിൻ്റെ വാല്യൂ 16 ആണ്. അപ്പോൾ 16/2 ഇൻറ്റു a തന്നിട്ടുണ്ട്, a 5 ആണ്. 5 പ്ലസ് ഇവിടെ nth ടൈം ലാസ്റ്റ് ടൈം 50 എന്ന് തന്നിട്ടുണ്ട്, an 50 ആണ്. അപ്പോൾ പ്ലസ് 50 എന്ന് കൊടുത്തു. ഈക്വൽ ടു 2 കൊണ്ട് ഇവിടെ കട്ട് ചെയ്യാൻ ഇത് ഓഡ് നമ്പർ ആയി കിട്ടുക, അവിടെ നമ്മൾ നേരെ ഇതിനെ കൂട്ടും. അപ്പോൾ 16/2 ഇൻറ്റു 55 എന്ന് നമുക്ക് കിട്ടും. ഈക്വൽ ടു 16/2 8 ഇൻറ്റു 55 ഈക്വൽ ടു 440. നമ്മൾ കണ്ടുപിടിച്ചത് S16 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് S16. ഇതിൻ്റെ n 16 ആണ്, 16 ടൈമിൻ്റെ സം. ഈ പ്രോഗ്രഷൻ്റെ 16 ടൈമിൻ്റെ സം S16 is equal to 440 എന്ന് കിട്ടി. ഇനി ഇതിലെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഗിവൺ a is equal to 7, a 13 is equal to 35, ഫൈൻഡ് d and S13. തന്നിട്ടുള്ള കാര്യം നമുക്ക് എഴുതാം. ഇവിടെ a is equal to 7, ഫസ്റ്റ് ടൈം a is equal to 7. ഇനി a 13th ടൈം ഈക്വൽ ടു 35 എന്ന് വന്നിട്ടുണ്ട്. d അറിയത്തില്ല, അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് d is equal to എത്ര, അതുപോലെ തന്നെ S13 ഈക്വൽ ടു ക്വസ്റ്റ്യൻ. തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തെഴുതി വെച്ചു. ഇനി ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് അല്ലാത്ത ക്വസ്റ്റ്യൻ തന്നാൽ നമുക്ക് എന്താണോ തന്നിരിക്കുന്നത് അതിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ള എന്താണോ അത് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ a 13 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ ഏതാണ്? an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണ്. അപ്പോൾ ഇവിടെ a 13 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു അത് a പ്ലസ് 13 മൈനസ് 1 12, a പ്ലസ് 12d ആണ്. a പ്ലസ് 12d ഈസ് ഈക്വൽ ടു നമുക്ക്
35 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ ഇനി നമുക്കിതിൻ്റെ വാല്യൂ അറിയാവുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ഇവിടെ 7 ആണെന്നറിയാം. 7 പ്ലസ് ഡി അറിയത്തില്ല, അതുകൊണ്ട് 12d എന്ന് തന്നെ കൊടുത്തു. അപ്പോൾ എ പ്ലസ് 12d ഇസ് ഈക്വൽ ടു 35 ആണ്. അപ്പോൾ 12d ഇസ് ഈക്വൽ ടു ഈ 7നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റും. അതായത് 35 മൈനസ് 7. അപ്പോൾ 12d ഇസ് ഈക്വൽ ടു 28 എന്ന് കിട്ടി. Therefore, d equal to 28 divided by 12. Equal to ചെറുതാക്കിയാൽ നമുക്ക് 4 കൊണ്ട് കട്ട് ചെയ്യാൻ 7/3 എന്ന് കിട്ടും. അപ്പോൾ d is equal to 7/3 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ നമുക്ക് കണ്ടുപിടിച്ച വാല്യൂ എഴുതി വെക്കാം. d is equal to 7/3 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് S13 ആണ്. അപ്പോൾ ഇവിടെ Sn is equal to നമ്മൾ d കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ n/2 × 2a + n-1 d എന്ന ഇക്വേഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ നമുക്ക് A13 നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ n/2 × a + an എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ S13 ഈക്വൽ ടു 13/2 × a7 ആണ്. 7 + 13th ടൈം 35 ഈക്വൽ ടു 13/2 × 7 + 35 42 ഈക്വൽ ടു 13 × 2നെയും 42നെയും കട്ട് ചെയ്യാം. അപ്പോൾ 21 ഈക്വൽ ടു 273 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ S13 ഈക്വൽ ടു 273 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ ഗിവൻ A12 is equal to 37, D is equal to 3. Find A and S12. തന്നിരിക്കുന്നത് 12th ടൈം A12 ഈക്വൽ ടു 37 ആണ്. 37. അതുപോലെ D തന്നിട്ടുണ്ട്. D is equal to 3 ആണ്. 3 എഴുതി വെച്ചു. ഫൈൻഡ് A and S12. A ഈക്വൽ ടു നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചു. അതുപോലെ S12 അതും ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി ഇവിടെ നമുക്ക് അറിയാവുന്നത് A12 അറിയാം. അതായത് an ഈക്വൽ ടു കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ an ഈസ് ഈക്വൽ ടു a + n-1 × d ആണ്. ഈക്വൽ ടു a അറിയില്ല, അതുകൊണ്ട് a തന്നെ കൊടുത്തു. a + n-1 എന്ന് പറയുമ്പോൾ ഇവിടെ 12th ടൈം ആണ്. അപ്പോൾ 12 - 1 അതായത് 11 × d നമുക്കറിയാം 3 ആണ്. × 3 ഈക്വൽ ടു അത് 37 ആണ്. അപ്പോൾ a + 11 × 3 അതായത് 33 ഈക്വൽ ടു 37 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? a ഈസ് ഈക്വൽ ടു 37 മൈനസ് ഇവിടെ പ്ലസ് ആയിട്ട് കിടക്കുന്ന 33 റൈറ്റ് സൈഡിലേക്ക് മാറി മൈനസ് ആയി. 37 മൈനസ് 33. നമുക്കിവിടെ a ഈസ് ഈക്വൽ ടു 37 33 പോയി. a ഈസ് ഈക്വൽ ടു 4 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇവിടെ a ഈസ് ഈക്വൽ ടു 4 എന്ന് നമ്മൾ എഴുതി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് S12 ആണ്. സം ഓഫ് ഫസ്റ്റ് 12 ടൈംസ്. അപ്പോൾ Sn ഈക്വൽ ടു n/2 × ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? a അറിയാം, d അറിയാം, പക്ഷെ നമുക്ക് nth ടൈമും അറിയാം. അപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കാം. a + n-1 × d വേണ്ട, a + an ഉപയോഗിച്ചാൽ മതി. an അറിയാവുന്നത് കൊണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് S12 ആണ്. S12 ഈക്വൽ ടു 12/2 × a + an. a നമുക്ക് കിട്ടിയിട്ടുണ്ട് A4 ആണ്. അപ്പോൾ 4 + A12 37 ആണ്. 37 ഈക്വൽ ടു 12 ഡിവൈഡ് ബൈ 2 × 4 + 37 41 ഈക്വൽ ടു 12/2 6. 6 × 41 ഈക്വൽ ടു 246. അപ്പോൾ ഇവിടെ S12 ഈക്വൽ ടു 246 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ ഇന്ന് ഈ 3 പ്രോബ്ലം കൂടെ നിർത്തുവാണ്. അടുത്ത പ്രോബ്ലങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ച് പ്രോബ്ലം ആയിട്ട് എല്ലാം ചെയ്യാൻ പോയാൽ വല്ലാണ്ട് നീണ്ടുപോകും, ലെന്ത് വല്ലാണ്ട് വീഡിയോയുടെ കൂടി പോകും, കാണുമ്പോൾ മടുക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ 3 പ്രോബ്ലം ചെയ്യും.